ഇസ്രായേലിൻ്റെ കാര്യം പരിഗണിച്ച് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ പലപ്പോഴും ഇസ്രായേലിൻ്റെ സമീപനത്തിനൊത്ത് ഉണർന്ന് ചിന്തിക്കാത്ത ഒരു ട്രംപിനെയാണ് ഇപ്പോൾ ഇസ്രായേലിന് കിട്ടിയിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. അതുകൊണ്ടൊക്കെ ആയിരിക്കാം ഇസ്രായേൽ എന്ന് പറയുന്ന ഈ രാജ്യം സ്വന്തമായി സ്വയം പ്രഖ്യാപിത ആണവ അതുപോലെ തന്നെ ആയുധ സംവിധാനങ്ങളൊക്കെ സ്വയം പര്യാപ്തത നേടാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയ സ്പീച്ച് നെതന്യാഹുവിൻ്റെത് പുറത്തു വന്നിട്ടുണ്ട്. ആ സ്പീച്ചാണ് നമ്മളിവിടെ കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. ഇതിൽ പറയുന്ന ഒരു 3 മിനിറ്റുള്ള വീഡിയോ ആണ് ഈ കാണുന്നത്. ഈ വീഡിയോ എന്തിനാ കാണിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ നമ്മളൊക്കെ ഒന്ന് മനസ്സിലാക്കണം. എവിഡൻസ് ഇല്ലാതെ വെറുതെ വായിക്ക് വരുന്നത് ആ രീതിക്ക് അങ്ങ് പറയുക എന്നത് നമുക്ക് പറ്റിയ പണിയല്ല. ഈ പ്രേക്ഷകരായിട്ടുള്ള സ്നേഹ ആളുകളോടൊന്ന് പറയട്ടെ, ഈ കാര്യത്തിൽ നമ്മുടേതായിട്ടുള്ള അനുമാനങ്ങൾ കൂടി മനസ്സിലാക്കി നമ്മൾ ഇതിലൂടെ ഷെയർ ചെയ്യുമ്പോൾ അത് അതിൻ്റേതായ അർത്ഥത്തിൽ തന്നെ എടുക്കാൻ ശ്രമിക്കണം. ഇപ്പം നെതന്യാഹു പറയുന്നത് 10 കൊല്ലം കൊണ്ട് 300 ബില്യൺ ഷെക്കൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് രാജ്യത്തെ എല്ലാവിധ സംവിധാനങ്ങളും അടിമുടി മാറ്റിയെടുക്കാൻ വേണ്ടി ഞാനിതാ പ്രഖ്യാപിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള സ്പീച്ച് ഇൻ്റർനെറ്റിൽ കിട്ടും. അവിടെ അദ്ദേഹം പറയുന്നത്, ഒന്ന്, ആയുധ ബലത്തിൽ കൃത്യമായി വരണം. അമേരിക്കയുടെയോ മറ്റ് യൂറോപ്യൻ സഖ്യകക്ഷികളുടെയോ ആവശ്യമില്ലെങ്കിൽ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ അഥവാ അവരോട് നമ്മൾ പറഞ്ഞിട്ട് മനസ്സിലാക്കാത്ത രൂപത്തിൽ അവർ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മളുടെ രാജ്യത്തിൻ്റെ വിസ്തൃതി അഥവാ ഗ്രേറ്റ് ഇസ്രായേൽ ആയിരിക്കും ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെയാണ് നമ്മളുടെ വിശകലനം ഉണ്ടാകുക. അഥവാ അദ്ദേഹം പറയുന്ന വാക്ക് ഇത്രയേ ഉള്ളൂ, നമ്മുടെ രാജ്യത്തിൻ്റെ വിസ്തൃതിക്ക്. അപ്പോൾ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? ആ രാജ്യത്തിൻ്റെ വിസ്തൃതി എന്ന് പറയുന്നത് ഗ്രേറ്റ് ഇസ്രായേലാണ്. അതിൻ്റെ മാപ്പുകൾ കൃത്യമായി അദ്ദേഹം മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് മുമ്പൊരു വീഡിയോയിൽ. അതാണ് ഈ അനുമാനം അല്ലെങ്കിൽ നമ്മുടേതായിട്ടുള്ള രൂപത്തിൽ അനലൈസ് ചെയ്യുക എന്ന് പറയുന്നത്. ഇതിനെ മറ്റൊരർത്ഥത്തിൽ കളവ് പറയുന്നു, അങ്ങനെയാക്കുന്നു ഇങ്ങനെയാക്കുന്നു എന്നൊന്നും പറയേണ്ടതില്ല. കാരണം ഇദ്ദേഹത്തിൻ്റെ സ്പീച്ച് അതേപോലെ നിങ്ങൾക്കും ഇൻ്റർനെറ്റിൽ നിന്ന് കിട്ടുന്നുണ്ട്. അതിനെ വെച്ചാണ് നമ്മളിതിനെ അനലൈസ് വീഡിയോ ചെയ്യുന്നത്. അതാണ് നമുക്ക് ഇപ്പോൾ കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ട് പോകുന്നത്. അല്ലാതെ എല്ലാ അർത്ഥത്തിലും കൃത്യമായി ഒരു വസ്തുതയില്ലാതെ ഒരു വീഡിയോ ചെയ്യുന്നത് ആർക്കും യോജിച്ചതല്ല. പ്രത്യേകിച്ച് എനിക്ക് അത്രയിട്ട് താല്പര്യമില്ല. ഇപ്പം ഇദ്ദേഹം പറയുന്ന വാക്കുകളുടെ മൂന്ന് മിനിറ്റുള്ള വീഡിയോയിൽ പറയുന്നത്, ലോകത്ത് നമ്മൾ വമ്പൻ ശക്തിയായി മാറാൻ ആഗ്രഹിക്കുകയാണ്. ന്യൂ ഇയറിൻ്റെ പ്രഖ്യാപനത്തോടുകൂടെ അഥവാ ആശംസയോടുകൂടെയാണ് പറയുന്നത്. ലോകത്ത് ആയുധങ്ങൾ ഇപ്പോഴേ നമ്മൾ വിൽപ്പന നടത്തുന്നുണ്ട്. അയൺ ബീം അടക്കം അഥവാ ലേസർ സംവിധാനങ്ങൾ സ്വന്തമായി ഈ മണ്ണിൽ ഉൽപ്പാദിപ്പിക്കുകയും മറ്റുള്ളവർക്കത് വിതരണം ചെയ്യുകയും ചെയ്യുന്ന പാകത്തിൽ നമ്മൾ വളർന്നു വരേണ്ടത് അത്യാവശ്യമാണ്. അതിൽ ഒരു കൊട്ട് കൊടുക്കുന്നത് ട്രംപിനായിരിക്കും. ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ തന്നെ പ്രശ്നം കണ്ടമാനം ഉള്ളതുകൊണ്ട് ഈ ആളുകളുടെ ആ ഇംഗിതത്തിനനുസരിച്ച് അവരുടെ വികാരത്തിനനുസരിച്ച് ഒരു യുദ്ധം പൊട്ടിപ്പുറപ്പെടാൻ വേണ്ടിയുള്ള മൂളുന്നില്ല എന്നുള്ളത് ഇവരെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പല രാജ്യങ്ങളുമായിട്ട് ഫ്രാൻസിനെ എടുത്തു പറയുന്നുണ്ട്, UK എടുത്തു പറയുന്നുണ്ട്, മറ്റ് രാജ്യങ്ങൾ അഥവാ സഖ്യകക്ഷികളായിട്ട് യൂറോപ്യൻ രാജ്യങ്ങൾ ആരുമില്ലെങ്കിൽ പോലും കൃത്യമായി നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്യാൻ നമ്മൾ സ്വയം പര്യാപ്തത നേടണം എന്നാണ് ഇദ്ദേഹം ഞാൻ കാണിച്ചു തന്നിട്ടുള്ള ഇദ്ദേഹത്തിൻ്റെ സ്പീച്ചിൽ പറഞ്ഞു വെക്കുന്നത്. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിനെ നമ്മൾ നമ്മുടെ ഭാഷയിലേക്ക് അതിനെ വിവർത്തനം ചെയ്യുമ്പോൾ, നമ്മൾ കാഴ്ചപ്പാടിലോട് കാര്യങ്ങൾ അന്വേഷിക്കുമ്പോൾ കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും. ട്രംപ് കാര്യമായി ഈ വിഷയത്തിൽ അത്ര കണ്ട് ഇടപെടുന്നില്ല. ഇറാനെ വലിയ രൂപത്തിൽ തകർത്ത് കളയണം എന്നുള്ളത് തന്നെയാണ് ഈ ഇസ്രായേലിൻ്റെ മുമ്പിൽ ആദ്യത്തെ ഒരു ടാസ്ക്, ആദ്യത്തെ ഒരു പോയിൻറ്റ്സായിട്ട് അവർ കൊണ്ടുനടക്കുന്നത്. പക്ഷേ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം സൗദിയെ മെല്ലെ അത് തൻ്റെ പരിധിയിലാക്കിയതിന് ശേഷം ആകാം എന്നുള്ളത് കൊണ്ടായിരിക്കാം ഇപ്പോൾ അതിനെക്കുറിച്ചൊന്നും സംസാരമില്ലാത്തത്. പക്ഷേ അവർ പറയുന്നുണ്ട്, 29-ാം തീയതി ഞാൻ നിങ്ങളടുത്ത് വരും, നിങ്ങളതിന് കാര്യമായി ഒപ്പിട്ട് തരണം, അഥവാ കരാർ കോൺട്രാക്റ്റ് അംഗീകരിക്കണം, നമ്മൾ തമ്മിൽ കൈകോർത്താൽ നമുക്ക് ആ രാജ്യം പിടിച്ചടക്കാം, പിന്നെ മിഡിൽ ഈസ്റ്റിൽ നമുക്കൊരു ശത്രു ജനിച്ചു വരില്ല എന്നുള്ളതാണ്. ആ രീതിക്ക് ട്രംപ് അനുവാദം കൊടുക്കുന്നില്ല എന്നത് മറ്റൊരു വശം. പക്ഷേ 29-ന് ശേഷം എന്ത് സംഭവിക്കുമെന്നുള്ളതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും. പക്ഷേ ഈ ഒരു വസ്തുതകളെ നമ്മൾ അങ്ങനെ പറയുമ്പോൾ ഇത് മറ്റൊരു രൂപത്തിൽ വളച്ചൊടിച്ച് വേറെ രൂപത്തിലേക്ക് കൊണ്ടുപോകരുത്. പിന്നെ നിങ്ങൾ നമ്മുടേതായ കാര്യങ്ങൾ, നിങ്ങൾക്കൊരു പക്ഷേ ഈ വീക്ഷണത്തിനോട് എതിരുണ്ടാവും, അഥവാ സഹോദര പ്രസ്ഥാനത്തിലുള്ള ആളുകളോട് സ്നേഹത്തോടെ പറയട്ടെ, ഈ വേഷത്തെ നിങ്ങൾ പുച്ഛിച്ച് തള്ളിക്കളയുമ്പോൾ അത്ര കണ്ട് ഇതിൻ്റെ പ്രക്ഷോഭം വർദ്ധിച്ചു വരികയുള്ളൂ. വേറെ ഒന്നും കിട്ടാതിരിക്കുമ്പോൾ
ഇതെങ്കിലും പറയുന്നുണ്ടല്ലോ, ആ പേരിലെങ്കിലും ഈ പേര് ചേർത്തി വെക്കുന്നുണ്ടല്ലോ എന്ന് പറയുമ്പോൾ അതിൽ സന്തോഷമേ ഉള്ളൂ. പിന്നെ നിങ്ങൾക്ക് ചേരാത്ത, നിങ്ങളെ സംതൃപ്തിക്ക് അനുവദിക്കാത്ത ഏതെങ്കിലും വാർത്തകൾ വരുമ്പോൾ നമ്മളത് പറയണമല്ലോ. അത് നിങ്ങൾ കണ്ടതിന് ശേഷം നിങ്ങളിങ്ങനെയൊക്കെ പറയുമ്പോൾ അതിലൊന്നും കാര്യമില്ല. കാരണം നിങ്ങളുടെ വാല്യൂ എന്താണെന്ന് നിങ്ങൾ തന്നെയാണ് ലോകത്തിന് മുമ്പിൽ കമൻ്റായിട്ട് എഴുതുന്നത്. അതുകൊണ്ട് ആ വഴിക്ക് നിങ്ങളെ ഞങ്ങൾ അല്ലെങ്കിൽ ഞാൻ വിട്ടിരിക്കുന്നു. എന്താ നെതന്യാഹുവിൻ്റെ വാക്കുകൾ? 300 ബില്യൺ ഷെക്കൽ ഈ രംഗത്ത് രാജ്യത്തിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടി ചെലവഴിക്കുന്നു. 2 കാര്യമാണ് മെയിനായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഒന്ന്, രാജ്യത്തിൻ്റെ കാർഷിക ഇനത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുക. രണ്ടാമത്തെ കാര്യം, രാജ്യത്തിൻ്റെ വെപ്പൺസ് മേഖലയിൽ സ്വയം ആ പര്യാപ്തത നേടുക. ഇത് രണ്ടും ഇല്ലാതെ നമ്മുടെ കാഴ്ചപ്പാടുകൾ മുന്നോട്ട് പോകില്ല. കാർഷിക വിളവുകൾ സംബന്ധിച്ച കാര്യങ്ങൾ പറയുന്നത് അവിടുത്തെ രാജ്യത്തിൻ്റെ ആ സാമ്പത്തിക കെട്ടുറപ്പിന് വേണ്ടിയിട്ടാണ്. 2, ആയുധ കച്ചവടം ഒന്ന് നടത്താൻ പറ്റും. ഇപ്പോഴുള്ളതിനേക്കാൾ മാൻ പവർ അഥവാ കറക്റ്റായിട്ട് എല്ലാ അർത്ഥത്തിലും നമ്പർ 1 ലീഡർഷിപ്പ് ഒരു 10 കൊല്ലമാണ് കേട്ടോ. അദ്ദേഹം പറയുന്നുണ്ട് 10 കൊല്ലം കൊണ്ട് നമുക്ക് സാധിച്ചെടുക്കാൻ പറ്റും. അതുകൊണ്ട് രാജ്യത്തെ പൗരന്മാർക്കൊക്കെ നമ്മുടേതായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ വിശ്വാസമർപ്പിച്ച് മുന്നോട്ട് പോരാൻ സാധിക്കണം. ഒരു തരം ഒളിച്ചുകളികൾ അവിടെ കാണുന്നുണ്ട് എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ഈ ഒളിച്ചുകളികൾ? ഇസ്രായേലിൻ്റെ വികാരങ്ങൾക്കൊത്ത് തുള്ളാൻ പറ്റിയ ഒരു ഭരണാധിപനും ഇപ്പോൾ ഇല്ല എന്നുള്ളതാണ്. കാരണം ഇറാനെ സംബന്ധിച്ചിടത്തോളം എല്ലാ അർത്ഥത്തിലും സജ്ജമായിരിക്കുകയാണ്. ഒരടി, ഒരു തീപ്പൊരി ഇങ്ങോട്ട് വന്നാൽ അതിനേക്കാൾ ഉപരി നല്ല രീതിക്ക് കൊടുക്കാൻ ഇറാൻ സർവ്വസജ്ജമാണ്. ഇറാൻ്റെ പിന്നിൽ ലോകത്തെ വൻ ശക്തികളായിട്ടുള്ള റഷ്യയുണ്ട്, കൂടെ ചൈനയുണ്ട്. ഇതെല്ലാം അറിഞ്ഞുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ട്രംപ് അത്ര കണ്ടിടപെടാത്തത്. പിന്നെ നെതന്യാഹുവിൻ്റെ കാര്യത്തിൽ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഈ ഒരു യുദ്ധം അനിവാര്യമാണ്. കാരണം അതില്ലാതെ പോയാൽ ജയിലിലേക്ക് പോകേണ്ടി വരും. ഒരു പ്രശ്നമുണ്ടാക്കുക എന്ന് പറയുന്നത് നെതന്യാഹുവിൻ്റെ വിചാരണയെ നീട്ടിക്കിട്ടാൻ ഏറെ സാധിക്കുന്ന ഒരു കാര്യമാണ്. അതിൻ്റെ അപ്പുറം മറ്റൊരു വസ്തുത ഇപ്പം നെതന്യാഹുവിൻ്റെ മുമ്പിലില്ല, പോംവഴിയില്ല എന്നുള്ളത് മനസ്സിലാക്കേണ്ടതാണ്. അതൊക്കെ കൊണ്ടാണ് പെട്ടെന്ന് തന്നെ ഒരു യുദ്ധത്തിലേക്ക് നമ്മൾ പോകേണ്ടതുണ്ട്. അതിനവർ പറയുന്നത് ഇറാൻ പെടുന്നനെ ആയുധം വികസിപ്പിക്കുന്നിടത്ത് പ്രാപ്തി നേടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. പിന്നെ നമ്മളുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളൊക്കെ വിഫലമായി പോകും എന്ന് പറയുന്നുണ്ട്. സത്യത്തിൽ ഈ ഒരു കാര്യം ചൂണ്ടിക്കാണിച്ച് സ്വന്തം കാര്യത്തെ രക്ഷപ്പെടുത്തുക എന്ന് മാത്രമായിരിക്കും നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ. അത് തന്നെയാകാനാണ് സാധ്യത. എൻ്റെ അഭിപ്രായമല്ല, വിദഗ്ധരായിട്ടുള്ള ആളുകളൊക്കെ എഴുതി വെച്ച പോർട്ടലുകൾ നമുക്ക് മുമ്പിൽ കാണാൻ പറ്റും. അതിലൊക്കെ പറയുന്നത് ഇപ്പോൾ ഉടനെ ഒരു അറ്റാക്ക് ഇറാനെതിരെ നടത്തുന്നത് അതിൻ്റെ ഉള്ളിൽ പരിശോധിച്ചാൽ കാണാൻ പറ്റും. ഇവരുടെയൊക്കെ വിചാരണകൾ പല കുറി മാറ്റിവെച്ചതാണ്. ഇനിയൊരു മാറ്റം വേണമെങ്കിൽ എവിടെയെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കണം. ആ പ്രശ്നം ഇറാനുമായിട്ട് ഇനി നിർവാഹമുള്ളൂ. വേറെ എവിടെയും അങ്ങനെ ഒരു അരക്ഷിതാവസ്ഥ ഉണ്ടാക്കാനുള്ള സാധിക്കുന്ന രീതിക്കല്ല അവിടെയുള്ള ജിയോഗ്രഫി അല്ലെങ്കിൽ അവിടുത്തെ ഭൂമിശാസ്ത്രം ഇപ്പം നിലവിൽ ഇറാനോട് മുട്ടുക. പിന്നെ ബാക്കിയെല്ലാം കണ്ടിന്യൂ മുന്നോട്ട് പോയിക്കോളും. ഇതൊക്കെയാണ് നിരീക്ഷണങ്ങൾ. ഈ നിരീക്ഷണങ്ങളാണ് നമ്മളിവിടെ പറയുന്നത്, നമ്മുടേതായ നിരീക്ഷണങ്ങൾ. നിങ്ങൾക്കും ഈ വാർത്തകൾ കേൾക്കുമ്പോൾ എന്തിനാ 300 ബില്യൺ ഷെക്കലുകൾ? ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? ഇതൊക്കെ എവിടെ നിന്നാണ് ഉണ്ടാക്കുക? അതൊക്കെ ചോദ്യമാണ്. ഒരു ചോദ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം 300 ഷെക്കലുകൾ എങ്ങനെ ഉണ്ടാക്കിയെടുക്കും? അതൊക്കെ ഒരു പക്ഷേ രാജ്യത്തിൻ്റെ പൗരന്മാർക്ക് തന്നെ ടാക്സായിട്ട് വലിയ ഭാരം ചുമത്തിക്കൊണ്ടായിരിക്കാം, അത് അവരുടെ ഭാഗം. പക്ഷേ ഈ നിരീക്ഷണമാണ് നമ്മളിതിലൂടെ നടത്തുന്നത്. ബാക്കി എല്ലാ കാര്യങ്ങളും അവനവൻ്റെ നിരീക്ഷണത്തിലൂടെ കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളത്. ഒരു പക്ഷേ പെടുന്നതിനെ ഒരു യുദ്ധം ആരംഭിക്കാം. അല്ല, ട്രംപ് 29ൻ്റെ മീറ്റിങ്ങിൽ ഫിലാഡൽഫിയയിൽ വെച്ച് നടക്കുമ്പോൾ അവിടെ നിന്ന് പറഞ്ഞേക്കാം കുറച്ചുകൂടി വെയിറ്റ്, കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തത വരാനുണ്ട് എന്ന് പറയുകയാണെങ്കിൽ അവിടെയും പറയും നമ്മൾ ആയുധപരമായിട്ട് സ്വയം പര്യാപ്തത നേടണമെന്ന്. കാരണം അത്ര കണ്ട് കൊതിച്ചിട്ടും അനുവദിക്കാതെ വരുമ്പോൾ ആ അനുവാദം കിട്ടേണ്ട ഒരു കാല് പിടിക്കേണ്ട ഗതികേട് ഈ സംവിധാനങ്ങൾ തൻ്റെ അടുത്ത് സ്വന്തമായിട്ട് ഇല്ലല്ലോ എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് അവിടെ നിന്നായിരിക്കും ഈ ഒരു നെതന്യാഹു വെറുതെ ആണെങ്കിലും ഒരു സുഖിപ്പിക്കൽ എന്നുള്ള നിലയ്ക്ക് 300 ബില്യൺ ഷെക്കലിൻ്റെ പദ്ധതി എന്ന് പറഞ്ഞിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. കാത്തിരുന്ന് കാരണം അലയൊലികൾ എന്തൊക്കെയാണെന്നുള്ളത്. ഇപ്പോൾ ഏതായാലും അമേരിക്കയുടെ കാല് പിടിക്കേണ്ടടുത്ത് വന്നിരിക്കുകയാണ് ഈ നെതന്യാഹു. മറ്റൊരു വിശേഷമായി വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി.